നമുക്കിന്ന് ബീഫ് കൊണ്ട് ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ. അടിപൊളി കിഡിൽ ഐറ്റം. ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഇതാണ് ബീഫ് ചുക്ക. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടാലോ. ആദ്യം വേണ്ടത് 3 വലിയുള്ളിയാണ്. അത് നീളത്തിൽ നല്ലോണം ചെറുതാക്കി കനം കുറഞ്ഞരിഞ്ഞെടുക്കണം. ഇത് നമുക്ക് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഇത് മുങ്ങിപ്പൊരിയാൻ പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായതിനു ശേഷം അതിൻ്റെ അകത്തേക്ക് ഈ വലിയുള്ളി ചേർത്ത് കൊടുക്കുക. വലിയുള്ളി നന്നായി ഞാൻ മുഴുവനായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ഭാഗമായിട്ടുള്ള വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാർട്ടായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലോണം ഫ്രൈ ആക്കി എടുക്കണം. ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ ഈ കളറാവുന്നത് വരെ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് വേഗം വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ അധികം ഓവർ ഫ്രൈ ആയിപ്പോയി ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഇതിൻ്റെ പാകം ഇതാണ്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇതിന് അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് വെളുത്തുള്ളിയാണ്. ഒരു കൈപ്പിടി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നത്ര ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് ചതച്ചെടുക്കാം. ഇനി ഇതിൽ വേണ്ട പൊടികളും മുളക് പൊടി 1.5 ടേബിൾ സ്പൂണും മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, 2 ടീസ്പൂൺ വലിയ ജീരകം, 3-4 ഗ്രാമ്പൂ, 2 പട്ട, 1 ടേബിൾ സ്പൂൺ കുരുമുളക് നല്ലോണം മയത്തിൽ പൊടിച്ചെടുക്കുക. അതിനുശേഷം ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കുക. അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വലിയുള്ളി നമ്മൾ പൊരിച്ച് ഫ്രൈ ആക്കി മാറ്റി വെച്ച വലിയുള്ളി അത് നല്ലോണം ക്രഷ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇതിനുശേഷം നമ്മൾ മാറ്റി വെച്ച മസാലപ്പൊടിയില്ലേ, ആ മിക്സിയിലിട്ട് പൊടിച്ച് വെച്ച ആ പൊടി മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കുരുമുളക് കുറച്ച് അധികം എടുക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് അധികം ചേർക്കാം, അല്ലെങ്കിൽ മുളക് പൊടി അധികം ചേർക്കാം. എരിവ് വേണമെങ്കിൽ ഞാൻ കുറച്ച് എരിവ് ചേർത്തിട്ടുള്ളൂ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ആവശ്യമുള്ള ഒരു കപ്പിൽ വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കർ നന്നായി അടച്ച് വെച്ച് ഞാനൊരു 10 വിസിലൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ബീഫിന് എത്രയാണോ വേവ് അതിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക. നല്ലോണം എണ്ണ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനിയും നല്ലോണം ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക. ഞാനിതിൽ വെളിച്ചെണ്ണ ഒന്നും പിന്നെ ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിൽ വെളിച്ചെണ്ണ ഉണ്ട് അത്യാവശ്യത്തിന്. അപ്പോൾ ഞാൻ അധികം ഒഴിച്ച് കൊടുക്കുന്നില്ല. കുറച്ച് കറിവേപ്പില കൂടി ഞാനിതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. അഭിപ്രായം പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.